ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വീണ്ടും ജനനം എങ്ങനെ പ്രാപിക്കാം എന്നത് ആണ്. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ ഒരിക്കൽ ഒരു മത പണ്ഡിതനും പള്ളിപ്രമാണിയുമായ നിക്കോദെമോസുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറയുന്നതായി നാം ഇവിടെ കാണുന്നു. മനുഷ്യന് ശരീരപ്രകാരമുള്ള ജനനമുണ്ട്. അത് എല്ലാ മനുഷ്യർക്കുമുള്ള ജനനമാണ്. മനുഷ്യന് ദേഹവും ദേഹിയും മാത്രമല്ല ആത്മാവുമുണ്ട്. ശരീരപ്രകാരം ജനിച്ച മനുഷ്യൻ ആത്മാവിനാൽ കൂടി ജനിക്കണം എന്നാണ് പുതുജനനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൽ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു എന്ന് ഈ വേദഭാഗത്ത് പറയുന്നു. ഇവിടെ നിക്കോദെമോസ് ആരായിരുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അദ്ദേഹം ഒരു പള്ളി പ്രമാണിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സന്നിന്ദ്രിയം സംഘത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. ഒരു പണ്ഡിതനായ വേദശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. കർത്താവിനെ അംഗീകരിച്ച വ്യക്തിയായിരുന്നു. ക്രിസ്തുവിനെ ദൈവമായി കണ്ടയാളായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എന്ന് ഉറച്ച വിശ്വാസമുള്ളവനായിരുന്നു. ദൈവം തന്നോട് കൂടെ ഉണ്ട് എന്ന് ബോധ്യമുള്ളവനായിരുന്നു. ക്രിസ്തുവിന് ഇതൊക്കെയും അറിയാമായിരുന്നിട്ടും എന്താണ് പറഞ്ഞത്? പുതുതായി ജനിച്ചിട്ടില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നത്രേ. ഇത് കേട്ട നിക്കോദിമസ് ഞെട്ടിപ്പോയി. ശേഷം അവനോട് വിവരിച്ചു പറഞ്ഞത് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 14-15 പറഞ്ഞത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് ഇവിടെ എടുത്ത് പറയുന്നതായി നമുക്ക് കാണാം. ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത് സംഖ്യാപുസ്തകം 21-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളിലാണ് എന്ന് നമുക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാകും. ഈ പൊതു ജനനത്തെപ്പറ്റി യെഹെസ്കേൽ പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും എന്ന് ഈ വേദഭാഗത്തിൽ പറയുന്നതായി നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ മത്തായി ശ്ലീഹ യേശു പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് മത്തായി ശ്ലീഹയുടെ രക്ഷാസുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒന്ന് നോക്കാം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്നാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. പൗലോസ് ശ്ലീഹ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-13 വാക്യം നോക്കുമ്പോഴും, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-10 നോക്കുമ്പോഴും, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള ഭാഗം നോക്കുമ്പോഴും, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം നോക്കുമ്പോഴും നമുക്ക് ഈ ഇതിനെക്കുറിച്ചുള്ള എഴുതിയിരിക്കുന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള അനേക ഉദാഹരണങ്ങളുണ്ട്. വീണ്ടും ജനനം സ്വർഗീയ പിതാവിൻ്റെ മകനും മകളും ആയി ജനിക്കുന്നതാണ് എന്ന് നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിക്കുന്നത്, അഥവാ പുതുതായി ജനിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പത്രോസ് ശ്ലീഹ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 1 പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും
നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ഇങ്ങനെ ഉള്ള ഓരോ വേദഭാഗം നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതൊക്കെയും മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്നും ജനിച്ചിരിക്കുന്നു എന്ന് 1-ാം ലേഖനം 2-ാം അധ്യായം 29-ാം വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്നു. വീണ്ടും ജനനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിച്ചുവെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നത് നമുക്ക് ഏവർക്കും അറിയാം. അതിനായി നാം ഓരോരുത്തരും അവനിലേക്ക് അടുത്തു ചെന്ന് അവൻ കാണിച്ചു തന്നതായ പാതയിലൂടെ ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആയതിനാൽ നാം ഓരോരുത്തരും അവനിലേക്ക് അടുത്ത് ചെല്ലുവാൻ വേണ്ടിയിട്ട് എപ്പോഴും ജാഗരൂകരായിരിക്കണം. അതിനെപ്പോഴും പാടിക്കൊണ്ട് നടക്കേണ്ട ഒരു പാട്ട്, സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.